നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഈ ഒരു ഏറ്റക്കുറച്ചുകൾ ഒരു പ്രവണത തന്നെയാണ്. കഴിഞ്ഞ ദിവസവും വിപണിയിൽ നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കവേ അവസാന മണിക്കൂർ ഉണ്ടായിട്ടൊരു തിരിച്ചുകയറ്റം വിപണിയിലെ ആ നഷ്ടം കുറയ്ക്കുകയും വിപണിയെ ഏതാണ്ട് മാറ്റമില്ലാത്ത രീതിയിൽ അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ രീതിയിലുള്ള ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വരും ദിവസങ്ങളിൽ വിപണിയിൽ പ്രതീക്ഷിക്കുക തന്നെ വേണം. രണ്ട് ഘടകങ്ങളാണ് വിപണിയെ ഇനി സ്വാധീനിക്കാനിരിക്കുന്നത്. ഒന്ന്, റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം വരാനിരിക്കുന്നു. പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞ് ഇരിക്കുന്നതും ഒപ്പം തന്നെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് മെച്ചപ്പെട്ട രീതിയിൽ പുരോഗമിക്കുന്നതും വീണ്ടും പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷ വിപണിയിൽ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 0.5% നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അത് വിപണിയെ ഏതാണ്ട് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ജൂൺ 10 വരാനിരിക്കുന്ന യു എസിൻ്റെ പുതിയ താരിഫ് നിരക്കുകളാണ്. അത് വലിയ രീതിയിൽ വിപണിയെ സ്വാധീനിക്കുക തന്നെയും പ്രത്യേകിച്ചും കയറ്റുമതി അധിഷ്ഠിത വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയാണ് കൂടുതൽ ബാധിക്കുക. IT മുതലായ മേഖലകളെ സാരമായി തന്നെ അത് ബാധിച്ചേക്കും. അത് കണ്ടുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി IT മേഖലയിൽ കാര്യമായ രീതിയിലൊരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുന്നില്ല. മറ്റു മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒട്ടുമേ വിപണിയിൽ മുന്നേറ്റത്തിലേക്ക് എത്താത്ത ഒരു മേഖല IT മേഖല തന്നെയാണ്.